ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ നാലമ്പലം തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ പറശ്ശിനിയിലും. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിലാണ്. നമ്മളെ തൃച്ചംബരത്തെ ശ്രീകൃഷ്ണൻ്റെ ഒന്നിച്ചുള്ളതാണ് ബലഭദ്രസ്വാമിയും. അപ്പം തൃച്ചംബരത്ത് ഉത്സവം നടക്കുമ്പോൾ ഇവിടുത്തെ ബലഭദ്രസ്വാമി അങ്ങോട്ട് എഴുന്നള്ളി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് പൂജയൊന്നും ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ തൊഴുതു, പ്രദക്ഷിണമൊക്കെ വെച്ച്, ഞങ്ങൾ വലം വെക്കുക എന്നിട്ടാ പറയുക, പ്രദക്ഷിണമൊക്കെ വെച്ച്. അപ്പോൾ അതാ അതിൻ്റെ മുന്നേ തന്നെയുണ്ട് ബലഭദ്രസ്വാമീൻ്റെയും തൃച്ചംബരത്തെ കൃഷ്ണൻ്റെയും തിടമ്പ് എടുത്തിട്ടുള്ള ഫോട്ടോസ്. ഇതാണ് കൃഷ്ണൻ്റെ തിടമ്പ്. അപ്പം അത് മറ്റേതാണ് ബലഭദ്രസ്വാമിയുടെ തിടമ്പ്. ഇങ്ങനെയാണ് കേട്ടോ അവിടുത്തെ ഉത്സവം ഉണ്ടാവുക. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് പറശ്ശിനിയിലേക്കാണ്. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് എങ്കിലും അവിടുന്ന് നേരെ പോയത് പറശ്ശിനിയിലേക്കാണ്. നല്ല ഹരിതാഭയും പച്ചപ്പും ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് പറശ്ശിനിയിൽ പോയവർക്കറിയാം അവിടുത്തെ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളഞ്ഞും തിരിഞ്ഞും ഇറക്കവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തി പാർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ നടന്ന് പോവുകയാണ് കേട്ടോ പറശ്ശിനിയിലേക്ക്. ഞങ്ങൾക്ക് കുറച്ച് ദൂരമുണ്ട് പാർക്കിങ്ങിൽ നിന്ന് അങ്ങോട്ട് അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പറശ്ശിനി അമ്പലം, പോയവർക്കറിയാം. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ അവിടുന്ന് തിരിച്ചു വരാൻ ഇറങ്ങി. അപ്പോൾ അവിടെ പോയവർക്ക് എന്തായാലും മിസ്സാക്കാൻ പറ്റാത്തൊരു സാധനമാണ് വൻപയറും ചായയും തേങ്ങാക്കൊത്തും. അപ്പോൾ അവിടെ തന്നെ കിട്ടും, എല്ലാ സമയമുണ്ട്, രാവിലെയും വൈകിട്ടും ഒക്കെ ഉണ്ട് അത്. അപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടുന്ന് കഴിച്ചിട്ടേ എല്ലാവരും പോവാറുള്ളൂ. ചായ ഒരു ചായയാണ് എങ്കിലും അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ മനസ്സിനൊരു സുഖമാണ്. ഉച്ചയ്ക്ക് ചോറുണ്ട്, ഉച്ചയ്ക്ക് പക്ഷെ തിരക്കുള്ള വെക്കേഷൻ സമയത്തൊന്നും പോയാൽ നമുക്ക് ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ല, അത്രയും തിരക്കായിരിക്കും. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. ഇതാണ് നമ്മുടെ തിരുവപ്പന മുത്തപ്പന. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ലീവിന് പോയി കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ അവിടെ പോവാറുണ്ട്. പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ അവിടെയും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് ഇതാണ് കേട്ടോ അവിടുത്തെ ബസ് സ്റ്റാൻഡ്. പറശ്ശിനിയിലേക്ക് നമ്മുടെ തളിപ്പറമ്പിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ബസ്സുണ്ട് പറശ്ശിനിയിലേക്ക്. പിന്നെ അതാ ഞങ്ങളുടെ ബുള്ളറ്റ് കൂട്ടന് കുറച്ച് പെട്രോൾ അടിച്ചു. ഇതാണ് വിസ്മയ വാട്ടർ തീം പാർക്ക്. നമ്മൾ ആ പറശ്ശിനി തന്നെ ആ ഒരു കയറ്റത്ത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ കയറി. അമ്മമാർ രണ്ടാളും കാര്യമായിട്ട് ഹോട്ടൽ ഫുഡൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് എന്തോ ചായയും എന്തോ ഒരു കടിയും മാത്രമേ കഴിച്ചുള്ളൂ. ഞങ്ങൾ പിന്നെ പൊറോട്ടയും കടലക്കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ തൃച്ചംബരത്ത് അമ്പലത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ പൂന്തിരുത്തിത്തോടും ഒക്കെ നന്നായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കടന്നു പോയി. പിന്നെ അവിടെ ഫ്രണ്ടിൽ കണ്ടായിരുന്നു കേട്ടോ ഒരു കണ്ണ് ഇല്ലാത്തൊരു മുത്തശ്ശൻ അവിടെ ഇരുന്ന് പാട്ടൊക്കെ, കൃഷ്ണൻ്റെ പാട്ടുമൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ തൃച്ചംബരത്ത് കയറി എല്ലാവരുടെയും തൊഴുതു. പിന്നെ തൃച്ചംബരത്തെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ദുർഗയുടെ അമ്പലം. ചുറ്റിനും വെള്ളത്തിൻ്റെ നടുക്കുള്ളൊരു അമ്പലമാണ്. അപ്പം അതും കണ്ട് നമ്മൾ തൃച്ചംബരത്ത് നിന്ന് ഇറങ്ങി. തൊഴാനൊക്കെ അത്യാവശ്യം സൗകര്യം ഉണ്ടായിരുന്നു. അകത്ത് കയറാൻ പറ്റിയില്ല, കാര്യം തിരക്കും പിന്നെ അടച്ചിട്ടുണ്ടായിരുന്നു, പൂജയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് തൃച്ചംബരത്തെ വിശേഷങ്ങൾ. അവിടെ നിന്ന് ഇറങ്ങി അവിടെ അടുത്ത് നമ്മുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവിടെയും കയറി. പെട്ടെന്ന് എല്ലാവിടെയും ഒന്ന് ഓടി കയറി പോവായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മുന്നേ വീട്ടിലെത്തണമായിരുന്നു. ഫുഡ് നമ്മൾ ഉണ്ടാക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പോയത് തളിപ്പറമ്പ് രാജാവിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു, രാജരാജേശ്വരനെ കാണാൻ. അപ്പം അങ്ങനെ പോയി. അവിടെയും ഉണ്ട് നമ്മുടെ ഒരു കസിൻ ഉണ്ട്. അപ്പം അവരെയൊക്കെ കണ്ട് നമ്മൾ കുറച്ചു നേരം നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. സ്ത്രീകൾക്ക് അവിടെ പകൽ സമയത്ത് പ്രവേശനമില്ല അകത്തേക്ക്. രാത്രി 8 മണിക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. പ്രത്യേകിച്ച് ബ്രാഹ്മണ സ്ത്രീകൾ ആരും അതിനകത്തേക്ക് കയറാറില്ല. പിന്നെ പുരുഷന്മാർക്ക് മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ. 10 വയസ്സ് വരെയുള്ള പെൺകുട്ടിയൊക്കെ കയറാൻ പറ്റും. പിന്നെ ഞങ്ങളത് ആ പ്രദക്ഷിണമൊക്കെ വെച്ച് അപ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ടുപോയി. അപ്പം അവിടുത്തെ ഒരു ആനയാണ് ഗണപതി. അപ്പം അവനിപ്പം ഇതിൽ നിൽക്കുകയാണ്, മതപ്പാടിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതാ ഞങ്ങൾ ദൂരെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ ഇവിടെ വൈകുന്നേരമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനും പറ്റില്ല, ഫോട്ടോ എടുത്തു. ഞങ്ങളുടെ സ്വന്തം കാഞ്ഞിരങ്ങാട് അമ്പലം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നു. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ ദിവസത്തിന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു, 10ാമത്തെ. അതിങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് അങ്ങനെ തീർന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ തൊഴുത് ഹാപ്പി ആയിട്ട് അങ്ങ് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്